അപ്പോഴത്തേക്ക് നിന്റെ അമ്മ വലിയ ടീച്ചറാണ് എന്നുള്ള അഹങ്കാരമാണ് നീ എടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എടാ പൊട്ടക്കാള, മജാജി ബ്രോ, ഇവന്റെ വിചാരം എങ്ങനെയായാലും നമുക്കത് മരണം കേട്ടോ. ഇവന്റെ ബാറ്റിൽ, അതായത് ഇവന്റെ കുണ്ടിയിൽ നമുക്ക് ഉറുമ്പൊടി ഇടാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പൾസർ ബ്രോ, ഉറുമ്പൊടിയൊക്കെ നല്ലത് ചൊറിച്ചിൽ പൊടിയല്ലേ ഇടുന്നത്? ഇവന്റെ കുണ്ടിയിലും ഫ്രണ്ടിലുമായിട്ട് നമുക്ക് ചൊറിച്ചിൽ പൊടി വാരി വിതറാം. ചൊറിച്ചിൽ പൊടിയായാലും ഉറുമ്പ് പൊടിയായാലും ഇവന്റെ സാമൂഹിക സംക്രമ വസ്തുക്കൾ നമ്മൾ തകർക്കും, അതുറപ്പാ. ബജാജ് ബ്രോ പറഞ്ഞത് വളരെ 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 ശരിയാണ്. ഇവന്റെ സാമ്പത്തിക സമ്പർക്ക വസ്തുക്കൾ തകർത്താൽ മാത്രമേ ഇവന്റെ അഹങ്കാരം കുറയുകയുള്ളൂ, ഇവന്റെ മാർക്കും അതൊന്നുകൂട്ടി കുറയുകയുള്ളൂ. വളരെ നല്ലൊരു തീരുമാനമാണ് ബജാജ് ബ്രോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മക്കളെ? ഉറുമ്പ് പൊടിയും ചൊറിച്ചിൽ പൊടിയും മിക്സ് ചെയ്ത് ഇവന്റെ കുണ്ടിയിൽ പെരട്ടാൻ നമുക്ക് ഇവന്റെ മാർക്ക് അങ്ങനെ കുറയുമോന്ന് നമുക്ക് നോക്കാം. നോക്ക് മക്കളെ, നോക്ക്. അപ്പൊ സംഭവം എടുക്കട്ടെ മക്കളെ. പറഞ്ഞു നിൽക്കട്ടെ, വേഗം എടുക്കട്ടാ. ഇവന്റെ സംക്രമ വസ്തുക്കൾ ചൊറിയിപ്പിച്ച് നമ്മൾ ഓടിക്കും ഇവനെ ഈ സ്കൂളിൽ നിന്നും. അല്ല പിന്നെ നമ്മളോടാണ് എതിർത്ത് നിൽക്കുന്നത്. അത്രയ്ക്ക് ധൈര്യമുണ്ടോ ഇവന്? നോക്ക് മക്കളെ, നോക്ക്. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ, സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാ പെട്ടക്കെ ബജറ്റ് ബ്രോ അവന്റെ കുണ്ടിയിൽ അങ്ങോട്ട് തേക്കി അവനെ ചൊറിയിപ്പിച്ച് നമുക്ക് ഓടിക്കാം. എടാ കുരുട്ട് ചട്ടിക്കളിയാ, ഈ സി ക്ലാസ്സിലെ പിള്ളേരോട് മുട്ടി നിൽക്കാനുള്ള ധൈര്യം എ ക്ലാസ്സിനും ബി ക്ലാസ്സിനും ഇല്ല എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. ഇതോട്ട് കൂട്ടി ഈ ചൊറിച്ചിൽ പൊടി നിന്റെ ആസനത്തിലേക്ക് ചെല്ലു തുറന്ന് ചൊറിഞ്ഞ് ഓട്ടി ഇവിടെ നിന്ന് ഓട്ടി രക്ഷപ്പെട്ടും. നോക്ക് മക്കളെ, നോക്ക്. ചെക്കന്റെ പേടി കണ്ടോ? ചെക്കന്റെ മോച്ചരം വരെ പോയി എന്ന് തോന്നുന്നു. അവന്റെ ഒരു പേടി. നിനക്ക് അനുസരണശീലമുണ്ടല്ലേ? ഇനി നീ അനുസരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇത് ഇടും. കാരണം ഞങ്ങളെ നീ ധിക്കരിക്കുന്നവർക്ക് ശിക്ഷയായിട്ട് തന്നെ നടക്കും. അതാണ് ഇതിന്റെ ഒരു റൂൾ. സി ക്ലാസിന്റെ റൂൾ അതാണ്. ചൊറിയേണ്ടവർ ചൊറിഞ്ഞു തന്നെ പോകണം കേട്ടോടാ. ഒരവട്ടം നീ നിന്റെ കുണ്ടി ചൊറിയുമ്പോഴും നീ ഓർക്കണം ഞങ്ങൾ ആരായിരുന്നുവെന്ന്. അത് നിനക്ക് പഠിപ്പിച്ചു തരും സി ക്ലാസ് ആരായിരുന്നുവെന്ന്. എതിർക്കുന്നവർക്ക് ചൊറിച്ചിലാണ് ശിക്ഷ, ഞങ്ങളുടെ ശിക്ഷ. ബജറ്റ് ബ്രോ അവന്റെ ആസനത്തിൽ തേക്ക് ബജറ്റ് ബ്രോ. ബജറ്റ് ബ്രോ ലീലാമണിയാ. അത് പിന്നെ ഞാൻ പറയാം. അത് ഗോഡ്സ് പ്രോമിസ് കളിക്കാൻ നീ അരടാ. ഞങ്ങളാണ് ദൈവം. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളാണ് ദൈവം. നിനക്ക് മനസ്സിലായോ? നോക്ക് മക്കളെ, നോക്ക്. നിന്നെ രക്ഷിക്കാൻ ആരാണ് വരുന്നത് എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. ഗോഡ്സ് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ രക്ഷിക്കാൻ ഒരു പുല്ലനും നിന്നെ രക്ഷിക്കാൻ വരില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണ് ഇവിടുത്തെ ഡോൺ. ഞങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ഡോൺ. അത് മനസ്സിലാക്കിക്കോ. നിനക്ക് ആദ്യമേ ഞങ്ങൾ പറഞ്ഞത് കേട്ടാ പോരാകായിരുന്നോ? നീ എന്തിനാണ് എതിർക്കാൻ പോയത്? ഇനിയുള്ള അതിനുള്ള ശിക്ഷ നീ കാല പിടിച്ച് കറഞ്ഞാലും നീ അനുഭവിക്കേണ്ടി വരും. നിന്നെ രക്ഷിക്കാൻ ഒരു പുല്ലനും ഇവിടെ നിന്ന് വരില്ല. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടോ? നീ കണ്ടിന്യൂ ചെയ്യ്. കഥയിൽ എത്തിയിട്ടുണ്ടായേ അവന്മാരഭിനയ ഉറക്കിയ അവന്മാരഭിനയ മൂട്ടിൽ തേച്ച തുറച്ചിൽപ്പൊടി. പറയടാ, ഇൻട്രസ്റ്റ് ആവുന്നോടാ. മേളു അത് പിന്നെ ഇടച്ചട്ടിത്തലേം ചെറുക്ക. നിന്നെ രക്ഷിക്കാൻ ഇവിടുന്ന് ഒരു കുണ്ടാമണ്ടി മോനും വരില്ല. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയുമോ? സി ക്ലാസ്സിലെ പിള്ളേരാണ് ഡോൺ. നീ മറ്റേ പാട്ട് കേട്ടിട്ടില്ലടാ? കുണ്ടാമണ്ടി തലയാം. നോക്ക് മക്കളെ, നോക്ക്. ഞങ്ങളാണ് ഡോൺ. നിന്നെ രക്ഷിക്കാൻ ആരും വരാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയുമോടാ? അതിന് കാരണം ഭയ. ഈ ക്ലാസ്സിലെ പിള്ളേരെ എല്ലാവർക്കും ഭയമട. ഭയ. ഇവൻ നമ്മുടെ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റാനുള്ള ധൈര്യം ഇവൻ എവിടെ നിന്ന് വന്നു? ഏതാണ് ഇവൻ? നോക്ക് മക്കളെ, നോക്ക്. കണ്ടിട്ട് നമ്മുടെ ശത്രുവാണെന്ന് തോന്നുന്നു ബജറ്റ് ബ്രോ. ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണല്ലോ ബജറ്റ് ബ്രോ. എന്നാലും ഇവനാരാണ്? എവിടെയോ കണ്ടപോലെ. എന്റെ അനിയന്റെ
എന്റെ മേലിൽ കാലി വെക്കാനുള്ള ധൈര്യം ഈ സ്കൂളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിന് 2-3 അർത്ഥങ്ങളൊന്നും ഇല്ല. ഒരർത്ഥേ ഉള്ളൂ. അണ്ടർവെയർ പോലും ഇടാൻ ആഗ്രഹമില്ലാന്ന്. അത് തന്നെ അതിന്റെ അർത്ഥം. നീ എന്റെ മേലെ തൊട്ടനാരണോ അവൻ ചുക്കാമണി പുറത്തിട്ട് ഓടുന്നു വരും. ഓട്ടോ ഇതാണോട് നിന്റെ ചേട്ടൻ? ബജാജ് ബ്രോ, ഇവന്റെ ചേട്ടന്റെ കുണ്ടിയിലും നമുക്ക് ചൊറിച്ചപ്പൊടി ഇട്ടാലോ? മൈൽവിനെ വെയിറ്റ് ചെയ്യടാ. പിള്ളേരെ എവിടം വരെ പോകുന്നു നമുക്കൊന്ന് നോക്കാം. നിനക്കെന്താ 1ാം ക്ലാസ്സിലെ ബ്ലോക്കിലെ കാര്യം? നീയൊക്കെ അപ്പുറത്തല്ലേ, നീ എന്താ ഇവിടെ? ബജാജ് ബ്രോ, ഇവിടെയുള്ള പെണ്ണുങ്ങളെ വൈനൊക്കെ വന്നായിരിക്കും ഈ അനന്തു കുനിന്തു. അണ്ണാ അനാവശ്യം പറഞ്ഞ നമുക്കിനി കണ്ടിരിക്കാൻ പറ്റില്ല. നിനക്ക് അവസാനമായി ഞാൻ നിനക്കൊരു ചാൻസ് തരാം. മര്യാദയ്ക്ക് അവന്റെ വീട്ടിൽ നിന്ന് കാലെടുത്തോ, അല്ലെങ്കിൽ തുണി മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ നിന്റെ കാലും പോവും. ഓ, നീ വലിയ പുലിയല്ലേ? നീ എന്താ ചെയ്യുന്നെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. ഒന്ന് പോയെടുത്തിറക്ക. 3-5 വയസ്സിന് മൂത്തതാണെന്നുള്ള അഹങ്കാരമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. സീവിടും, മനസ്സിലായോ? മണ്ണന്തോ അഭിജിത്ത്, ഇതാണോടെ നിന്റെ ചേട്ടൻ? ഒരു കണ്ടറിയാലോട്ട പേടിത്തൊടരണമെന്ന് പൂവൻ പറയട്ടെ നിന്ന് അവന്റെ ചേട്ടനോട്ട്. എന്റെ അനിയന്റെ മേലിന്ന് കാലെടുക്കുന്നോ ഇല്ലയോ എനിക്കതറിഞ്ഞാ മതി. അമ്പട്ടെ പുളിച്ചോ, നീ ആളുടെ ഭീകരനാണല്ലോട്ടാ. നിന്റെ അനിയന്റെ മേലിന്ന് കാലം ഞാൻ എടുക്കണം, എന്നിട്ട് നിന്റെ നെഞ്ചത്ത് വെക്കേണ്ട കാര്യം വെക്കണട്ടാ. ബജാജ് ബ്രോ, ഇനി ഇവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ബജാജ് ബ്രോ. ഇവന്റെ പേര് തന്നെ കണ്ടാൽ അറിയില്ല ബജാജ് ബ്രോ. ഇവനൊരു പേടിത്തൊണ്ടെന്ന് ഞാനെന്റെ കുഞ്ഞോ. ഇവന്റെ മുട്ടിൽ നമുക്ക് പൊടി കിട്ടാൻ ബജാജ് ബ്രോ. പൊടി കിട്ടാം. നോക്ക് മക്കളെ നോക്ക്. എടാ അനന്തു, നിന്റെ മുട്ടിൽ ഞങ്ങൾ ചൊറിച്ചിൽ പൊടി ഇട്ട് നിന്നെ ഞങ്ങൾ ചോട്ടിപ്പിക്കും, മനസ്സിലായോ? മര്യാദയ്ക്ക് വേണമെങ്കിൽ നീ പൊക്കോ എന്ന് ഞങ്ങൾ ഇനി പറയില്ല. ഇനി നിന്റെ മുട്ടിൽ ഞങ്ങൾ ഏറ്റവും ചൊറിച്ചിൽ പൊടി. ഞാനൊരു 1 തൊട്ട് 5 വരെ എണ്ണം. അതിനുള്ള നീ കാലെടുത്തില്ലെങ്കിൽ, നീ കാലെടുത്താലും നീ കാലെടുത്തില്ലെങ്കിലും നിന്റെ തുണി ഞാൻ ഊരിയിട്ടേക്കും. കാലെടുത്താൽ നിന്റെ കാല് പോയില്ല. കല്ല് വീനി വെച്ചുകൊണ്ടിരുന്ന നിന്റെ കാലിൽ ഞാൻ ഞങ്ങളുടെ തീരുമാനമാക്കും. ബജാജ് ബ്രോ, ഒന്ന് പേടിക്ക് ബജാജ് ബ്രോ. അവൻ കഷ്ടപ്പെട്ട് പറയുന്നതല്ലേ, ഒന്ന് പേടിക്ക്. നോക്ക് മക്കളെ നോക്ക്. അനന്ത് ബ്രോ പേടിപ്പിക്കുകയാണ് നമ്മളെ. നമുക്ക് പേടിയാവുന്നുണ്ട്. നോക്ക് മക്കളെ നോക്ക്. എനിക്ക് കളിയെടുക്കാൻ പറ്റില്ല. ഒന്നിന് ട്രൗസർ വിടരുതണ്ണ. ഇനി ഇവന്മാരുടെ മാത്രം ട്രൗസർ ഊരിയാൽ ശരിയാവോടാ? ഇവന്മാരുടെ ക്ലാസ്സിലുള്ളവരുടെ ട്രൗസർ നമ്മൾ ഓരും. അതാണ് C ക്ലാസ്സിലെ പിള്ളേർക്ക് നമ്മളെ കൊടുക്കണ ശിക്ഷ. എന്റെ അനിയന്റെ മേത്ത് കാല് വെച്ചതിനുള്ള ശിക്ഷ. എന്തായാലും നീ കഷ്ടപ്പെട്ട് പറഞ്ഞല്ലേ, നിന്റെ അനിയന്റെ മേന്ന് കാലെടുത്തേക്കാം. ഇങ്ങനെ കാലെടുത്താ മതിയോടാ അനന്തോ? മതിയോടാ? ശേഷം വീണ്ടും ഇങ്ങനെ വെക്കാം. എങ്ങനെയുണ്ടടാ? നോക്ക് മക്കളെ നോക്ക്. അനന്തൊരു ദേഷ്യം വരുന്നുണ്ട്. നോക്ക് മക്കളെ നോക്ക്. ഇനി വീട്ടിൽ അനന്തു, നീ ഒരു കാര്യം ചെയ്യ്. നീ എന്റെ കാല് വന്നൊന്ന് പിടിക്ക്. അതിനുശേഷം നിന്റെ അനിയന്റെ വീട്ടിൽ ഞാൻ കാലെടുക്കാം. അതെങ്ങനെയുണ്ടടാ? നോക്ക് മക്കളെ നോക്ക്. അനന്തു ബജറ്റ് പുറത്തെ കാല് പിടിക്കാൻ പോകുന്നു. നോക്ക് മക്കളെ നോക്ക്. എടാ മെൽവിനെ, യുവന്മാരുടെ ട്രൗസർ മാത്രം ഞാൻ ഊരില്ലടാ. യുവന്മാരുടെ ഷെഡ് അടക്കം ഞാൻ ഊരെടുത്ത് ഫോണില്ലാതെ ഞാൻ ഇവിടെ ഓടിപ്പിക്കും. നീ കണ്ടോ? എന്റെ അനിയന്റെ വീട്ടിൽ നിന്ന് കാലെടുക്കണം. ബജറ്റ് ബ്രോ ഒന്ന് പേടിക്ക്. ചെക്കൻ പേടിപ്പിക്കുന്ന കേട്ടില്ലേ? പേടിക്ക്. നോക്ക് മക്കളെ നോക്ക്. അനന്ത് ബ്രോ പേടിപ്പിക്കുന്നു. നോക്ക് മക്കളെ നോക്ക്. അല്ലെങ്കിൽ പിന്നെ വേണ്ട. എന്തായാലും ഇവന്റെ മെറ്റിൽ നിന്ന് ഞാൻ കല്ലെടുക്കാൻ തീരുമാനിച്ചു. നിന്റെ അനിയന്റെ മെറ്റിൽ നിന്ന് ഞാൻ കല്ലെടുത്തു. ഇനി നിന്റെ മെറ്റ് കല്ല് വെക്കാം. എന്താ? അതല്ലേ അതിന്റെ ഒരു ന്യായം. ഇത് എങ്ങനെയുണ്ടാ മോനെ? ഇപ്പൊ എങ്ങനെയുണ്ടാ അനന്തു? പറയട്ടാ അനന്തു കുനന്തു പറയട്ടാ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പറയാം കേട്ടോ. നോക്ക് മക്കളെ നോക്ക്. നമ്മുടെ ബജറ്റ് ബ്രോ ട്രൗസർ. അയ്യോ ബജറ്റ് ബ്രോ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? എന്താ ബജറ്റ് ബ്രോ? ട്രൗസർ എന്റെ ട്രൗസർ, എന്റെ ട്രൗസറിനോ? ഊരാണ്ട് പിന്നെ വേണം. ഊരി ബജാജിന്റെ ട്രൗസർ ഊരി. ട്രൗസർ മാത്രല്ലടാ, നിന്റെ ഉടുതുണി പോയിട്ട് നോക്ക്. എന്റെ തുണി മാനം. അയ്യോ അണ്ണാ, അവരെ ചവിട്ടിടണ്ണ.
ചേട്ടാ പൾസർ നമ്മളെ പെട്ടത് നമ്മുടെ മനം പോയിട്ട് ഇതെന്താ നോക്ക് മക്കളെ നോക്ക് നമ്മളെ പെട്ടു ഇച്ചേ മറ്റേ ഞാനെന്തോടെ തൊട്ട് കഴിഞ്ഞാ ഞാനെന്തോ ക്ഷമിക്കില്ല. ഞാനെന്തോണ്ട് അനിയനെ തൊട്ടാലും ഞാനെന്തോ ക്ഷമിക്കില്ല. അതാണ് ഞാനെന്തോ, മനസ്സിലായോ നിനക്ക്? അയ്യോ അന്തോ എന്നോട് ക്ഷമിക്കണം, എന്റെ തുണി തരുമോ പ്ലീസ്? മണം കെടുത്തല്ലേ. നിന്നോട് ക്ഷമിച്ചു വിടാൻ ഇത് അനന്തുവാടാ, അനന്തു അല്ലാതെ ചമ്പായിയല്ല. എന്നാ പിടിച്ചോടാ, എന്നെ കൊല്ലല്ലോ അണ്ണാ, പ്ലീസ് അണ്ണാ, ഒറ്റയ്ക്ക് പിടിക്കണ്ണ, എന്റെ മനം കെടുത്തല്ലേ അണ്ണാ, അണ്ണാ അണ്ണാ പ്ലീസ് അണ്ണാ. ഇവന്റെ ക്ലാസ്സിലുള്ളവരിൽ തുണി ഊരിട്ടിക്കണ ഇവൻ ചെയ്ത് തെറ്റിന് അവരും കൂടി അനുഭവിക്കട്ടെ. നീ എന്താ പറഞ്ഞ? സി ക്ലാസ്സിലെ പിള്ളേരാണ് ഫസ്റ്റ് ആവണമെന്നോ? നീ ചെയ്ത് തെറ്റിന് സി ക്ലാസ് മൊത്തം അനുഭവിക്കണം. ഇനി നിന്റെ തുണി മാത്രമല്ല ഞാൻ ഊരാൻ പോകും, നിന്റെ പിള്ളേരുടെ തുണിയും കൂടി ഞാൻ ഊരിയെടുക്കും. അണ്ണ ക്ഷമിക്കണം അണ്ണ, ഇനി ഞങ്ങൾ ഓർത്തിക്കില്ല അണ്ണ, ക്ഷമിക്കണം അണ്ണ. അണ്ണന്റെ കൺവെട്ടത്തെ പുള്ളി ഞങ്ങൾ വരില്ല അണ്ണ, അണ്ണന്റെ അനിയനെ ഞങ്ങൾ നോക്കുപോലില്ല അണ്ണ. അണ്ണ അണ്ണ ക്ഷമിക്കണ്ണ, ഈ വട്ടം ക്ഷമിക്കണ്ണ. നീ വരുമെന്ന് പറഞ്ഞാലും എനിക്കെന്താടാ, എനിക്ക് ആനമ്മയിലൊട്ടക. നീ വന്നാലും വന്നില്ലെങ്കിലും നിന്റെ ഗതി ഇത് തന്നെയായിരിക്കുമെന്ന് നിന്റെ ക്ലാസ്സിലെ സി ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും അറിഞ്ഞിരിക്കണം. സി ക്ലാസ്സിൽ നിങ്ങളല്ലേ ഫസ്റ്റ്, തുണി ഊരുന്നത് നിങ്ങൾ തന്നെയാവണം ഫസ്റ്റ്. നീ കാരണം നിന്റെ പിള്ളേരെ അനുഭവിക്കണം, മനസ്സിലായോ നിനക്ക്? നോക്ക് മക്കളെ നോക്ക്, മൊത്തത്തിൽ പെട്ടു എന്ന് തോന്നുന്നു. നോക്ക് മക്കളെ നോക്ക്. ചേട്ടാ പീലി ചെറുക്ക, 1ാം ക്ലാസ്സിലെല്ലാം നീ ആയുള്ളൂ, അപ്പോഴേക്ക് നീ മൊട്ട എന്ന് വിരിഞ്ഞ് ധൈര്യം കാണിക്കാൻ ഇറങ്ങിയോ? ധൈര്യം കാണിക്കുമ്പോ കാട്ടുണ്ടാവിട്ട് കാണിക്കണം, അല്ലെങ്കിൽ ഇതായിരിക്കും നിന്റെ ഗതി. അണ്ണ എന്റെ മാനം അണ്ണ, എന്റെ മാനം, എന്റെ തുണി തരണം അണ്ണ, എന്റെ മാനം. നീ തുണി എടുക്കാതെ വീട്ടിൽ പോയാ മതി. അപ്പൊ നിന്റെ വീട്ടുകാർ ചോദിക്കും എങ്ങനെ നിന്റെ തുണി പോയെന്ന്. അപ്പൊ നീ പറയണം, മുട്ടാൻ പറ്റാത്തവരോട് മുട്ടി എന്റെ തുണി പോയെന്ന്. മുട്ടുന്നവരോടെ മുട്ടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നീ മുള്ളി പോവും. കേട്ടടാ ചെറുതാ. ഇനി നിന്റെ ക്ലാസ്സിലെ പിള്ളേരുടെ തുണി അടിച്ച് പോവാൻ പോകുന്നത് കേട്ടടാ, നീ കാരണം. അല്ല പിന്നെ വേണ്ട ഊരാം. അത് മാള് അങ്ങനെയാണോ എന്ന് വെച്ചാ അങ്ങനെയല്ല ഊരി. ടീച്ചറുടെ ഫോണാ ഞങ്ങളുടെ തുണൂരിയെ. അബീടെ ചേട്ടൻ അനന്തു, അയ്യോ ഞങ്ങളുടെ തുണി, ഞങ്ങളുടെ മാനം കപ്പൽ കയറി ടീച്ചറെ, ഞങ്ങളുടെ മാനം കപ്പൽ കയറി. ഞങ്ങൾക്ക് തുണിയില്ല ടീച്ചറെ, ഞങ്ങൾക്ക് തുണിയില്ല. ചേച്ചിക്ക് ടീച്ചറെ അവനെന്തിനാ നിങ്ങളുടെ ട്രൗസർ? ഞാൻ അവന് ഇഷ്ടംപോലെ തുണിയും ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കാറില്ലല്ലോ. എന്തിനാ നിങ്ങളുടെ ട്രൗസർ ഒന്ന് ഊരണേ? ഈ പാകിലത്തെ പിള്ളേരുടെ ഈ കുരുത്തം കെട്ട ചെക്കൻ എന്താ സംഭവം? അയ്യോ അപ്പൊ ഊരിയ ട്രൗസർ എല്ലാവരും ഊരിയ ക്ലാസ്സിലെ ഊരി, എല്ലാവരും ഊരി, എല്ലാവരുടെയും. ഈ ആനന്ദുന്റെ പിള്ളേരെ തൊട്ടാ തൊടുന്നത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ഊട് തുണി കാണില്ല, ഊട് തുണി. പിള്ളേരെ നിങ്ങൾ എങ്ങനെ വീട്ടിൽ പോകുമ്പോ തുണിക്ക് കണ്ട് അയ്യോ ഇത് എല്ലാവർക്കും ഒരു പാടാവട്ടെ, എല്ലാവർക്കും. നിങ്ങളൊരു പരാതി എടുത്തതായോ പിള്ളേരെ? ഞാൻ ആക്ഷൻ എടുക്കാം. അല്ലാണ്ട് എന്താ ചെയ്യോ? എനിക്ക് കഴിയോ? ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല ടീച്ചറെ. ഇപ്പൊ ഞങ്ങൾക്ക് അണ്ടർവെയറുകളുണ്ട്. പരാതി തന്നു കഴിഞ്ഞാൽ അതും പോകും ടീച്ചറെ. മറ്റേ തുണി എടുക്കാണ്ട് പോകണം ടീച്ചറെ. പരാതി ഒന്നുമില്ല ടീച്ചറെ. ടീച്ചറെ ഞങ്ങൾക്ക് തുണി എടുക്കാനുള്ള വഴി എങ്ങനെയുള്ള പറഞ്ഞ ടീച്ചറെ, ഞങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ ഞാനും പോകും ടീച്ചറെ. അവരാരും പരാതി കൊടുത്തില്ലേ? കൊടുത്തില്ലേ? അതിനെന്നോട് ദേഷ്യപ്പെട്ടിരുന്ന കാര്യമാണ്. അവര് കൊടുത്തില്ല പരാതി. അങ്ങനെയാണ് കേട്ടാ, അവരാരും പരാതി കൊടുത്തില്ല. എന്നാലും ആരും പരാതി കൊടുത്തില്ലല്ലേ? ഓ ആരും പരാതി കൊടുത്തില്ലല്ലേ? ഇല്ല, ആരും പരാതി കൊടുത്തില്ല, ആരും കൊടുത്തില്ല. നാണം പോടിച്ചേ, ഞങ്ങളുടെ മാനം പോടിച്ചേ. എന്തെങ്കിലും വെച്ച് മൂടിയാ മതിയാ, എന്ത് വെച്ച് മൂടാനാ? അവന്മാര് കാരണം ഞങ്ങൾ നാണം കിട്ടെ. ടീച്ചറെ ബജാജും പൾസറും സുനിയും ഇവര് കാരണം ഈ അവസ്ഥ വരെ ഞങ്ങൾക്ക് കാരണം. ബജാജും സുനിയും അണിനോടും അഭിജോടും മുട്ടാൻ പോയി. അതിന്റെ പരിണത പോലെ ഞങ്ങൾ അനുഭവിക്കണം. ഞങ്ങളെന്തിനും ഇതൊക്കെ അനുഭവിക്കണേ, ഞങ്ങളുടെ വിധി. ടീച്ചറല്ലേ പറഞ്ഞ എന്തെങ്കിലും വെച്ച് മൂടാനായിട്ട് കിട്ടണം വെച്ച് ഞാൻ മൂടി. എന്റെ പൊന്നു ടീച്ചറെ ഞങ്ങളെ കുറ്റം
ചിരിക്കില്ലേ അവള് ചിരിക്കില്ലേ നിന്റെ ബസ്സിൽ ബോഡിയിൽ അവിടെ കണ്ടേ എൻജോയ് അവൾ വൃത്തികെട്ട ബജാജ് ബസ് ഈ സീക്കാസ് മൊത്തം പോയിക്കണം അവന്മാര് എന്തിനാണ് ഞാൻ ചെയ്യാൻ പോയ കൂട്ടം കൂട്ടി നിങ്ങൾ ഉണ്ടായ കാര്യം കറക്റ്റായിട്ട് പറ മക്കളെ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. കഥ പറ. ടീച്ചറെ മോനെ അബീനെ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേര് എന്തോ പറഞ്ഞ് എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരെന്ന് പറയുമ്പോ പൾസർ, ബജാജ്, സുനി ഇവരാണ് അബീനെ ചൊറിയാൻ പോയത് മാത്രം ഓർമ്മ ടീച്ചറെ. പിന്നെ ഞങ്ങൾക്ക് തുണിയില്ല ആ വൃത്തിയായിട്ട് പറയാതെ ഞങ്ങളുടെ തുണി പോയി ഇതാണ് കേട്ടു പിള്ളേരെ മുമ്പിൽ. നീയൊക്കെ കാരണം നിന്റെ ക്ലാസ്സിലെ പിള്ളേരും കൂടി അനുഭവിക്കടാ. നിന്റെ ക്ലാസ്സിലെ പിള്ളേരുടെ തുണി ഞാൻ ഒരു ഇതൊരു പാടായിരിക്കട്ടെ പാട. നോക്ക് ഈ സിറ്റുവേഷൻ നൈസായിട്ട് പളിയും തോന്നുന്നു. നൈസായിട്ട് മുങ്ങാം. എടാ പച്ചറേ വിട്ടോടാ, അല്ലെങ്കിൽ നമ്മുടെ തുണിയും കൂടാ. എന്താണ് നീ പറഞ്ഞത്? വിടാനാ? ഓടി രക്ഷപ്പെട്ടാ മതിയാ? നോക്ക് എങ്ങനെ രക്ഷപ്പെട്, ഇല്ലെങ്കിൽ തുണി പോവും. ഓടിക്കോ. ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ ഒഴിവാക്കി പോകുന്നത്, ഒറ്റപ്പെടുത്തി പോകുന്നത് അതൊക്കെ തെറ്റില്ലടാ. അതൊക്കെ തെറ്റില്ല സുനിയെ. അതെ, നീ പറഞ്ഞു വളരെ ശരിയാണ്. തെറ്റാണ്, വലിയ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ പോണു. നീ തെറ്റിന്റെ കയ്യിൽ പിടിച്ചുപിടിരുന്നോ? ശരിയെന്നാ ബൈ. ഇടയ്ക്കൊക്കെ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അത് വലിയ കുഴപ്പമില്ല. മുങ്ങിയേക്കാം. തെറ്റ് ചെയ്യാത്തവരാരുണ്ട് ഗോപു. ഞാൻ ബയ്യേ ചിരിക്കണേ ബജാജിപുറേ കാത്തോണേ മുങ്ങിയേക്കാം. നിന്റെ ക്ലാസ്സിലെ പിള്ളേരും കൂടി തുണി പോയില്ലേ, അപ്പൊ നിന്നെ കണ്ട മനസ്സിലാവില്ല. അതുകൊണ്ട് നീ കണ്ണട വെച്ചേക്ക്. ഈ കണ്ണട ഇതങ്ങോട്ട് പിടിച്ചു വെക്കട ചേർക്ക. ഗുഡ് ബോയ്, നല്ല കുട്ടി. അങ്ങനെ തന്നെ. പിള്ളേരെ വിളിച്ചു വരുത്തി ഊരണ്ണ. അതൊക്കെ അത്രയ്ക്കുള്ളു മെൽവിനെ. ഓരിയിരിക്കുന്നു പറഞ്ഞ ഓരിയിരിക്കും. അയ്യോ ഞങ്ങളുടെ മാനം വേറെ കുട്ടം കിടക്കുന്നത് കാരണം. എടാ പിള്ളേരെ, നിങ്ങളുടെ മൊത്തം, അതായത് 1ാം ക്ലാസ് സിയിലെ പിള്ളേരുടെ മൊത്തം തുണി പോകാൻ കാരണം ഈ ബജാജുകാരനാ. നിങ്ങൾ അവനോട് ചോദിക്കി, അവൻ മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഇനിയും പോവും നിങ്ങളുടെ തുണി. എടാ കുറ്റം കെട്ടവനെ, നീ കാരണല്ലേ ഞങ്ങളുടെ തുണി പോയേ. അയ്യോ ഞങ്ങൾ ആണം കെട്ടെ, ഇപ്പം പിള്ളേരെ മുമ്പിൽ ആണം കെട്ടെ. അയ്യോ എന്റെ ടിഞ്ചു അവിടെ നോക്കണ്ടല്ലോ, എന്റെ ടിഞ്ചു. അയ്യോ അത് പോയി. ഈ ആനന്ദന്റെ പിള്ളേരും തൊട്ട് കഴിഞ്ഞാ ഇതായിരിക്കും അനുഭവം എന്ന് എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അണ്ടർവെയറുകളില്ലേ, അതങ്ങോട്ട് പോവും. അതായത് തുണിയില്ലാണ്ട് നടക്കേണ്ടി വരും. ഒന്ന് അർത്ഥം നോക്കിയേ. അയ്യോ ചേട്ടാ, ഓർക്കാനൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല ചേട്ടാ, ആർക്കും പരാതിയില്ല. നിനക്ക് പരാതി ഉണ്ടോ? ഇല്ല, എനിക്ക് പരാതി ഒന്നുമില്ല. വിട്ടാ മതി. തുണി എന്നോട് നിന്റെ മേലെ ദേഷ്യപ്പെടേ. ഞാനാണോ പറയാതെ പേടി? ഞാനാണോ എന്റെ മേള്? എന്റെ മേള് 2 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഈ അബിക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കാൻ നടന്ന കാര്യം. അതിന് നിന്നെ ഇപ്പഴേ ദേഷ്യപ്പെടണേ. ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെടണ മേള്? എന്തിനാ? എന്റെ പൊന്നിമേള് തൂണി പോണ കാര്യാണ്. മാട് നേരത്തേക്ക് നമ്മള് രണ്ടാളും തൂണി പോയിട്ട് നിക്കണ കാര്യം നമ്മളിങ്ങനെ ചെയ്യുള്ളൂ മേള്. അവരുടെ അടുത്ത് നമ്മളാന്ന് ഒന്നോർത്തോട്ടേക്ക്. ഓർക്ക് മേള് ഓർക്ക്. എനിക്ക് പിന്നെ അതില്ലാത്തോണ്ട് കുഴപ്പമില്ല മേള്, കുഴപ്പമില്ല. അല്ല മേള് മാന്, എനിക്ക് മാനില്ലാത്തോണ്ട് കുഴപ്പമില്ല മേള്, കുഴപ്പമില്ല. മേള് ഓർത്തോക്കി മേള്, ഓർത്തോക്കി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എന്റെ സ്റ്റാറ്റസ് എന്താവുമായിരിക്കും. മേള് അപ്പൊ പറയണ്ടല്ലേ, അബിയുടെ കാര്യം പറയണ്ടല്ലേ മേള്? പറയണ്ട, അതല്ലേ നല്ലത് മേള്, അല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ പറയണ്ട, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതാ മേള് ഞാൻ പറഞ്ഞേ, പറയാണ്ടിരിക്കുന്നത് നല്ലത്. മേള്
അതെ അപ്പൊ അബിയുടെ കാര്യം ടീച്ചറോട് പറയണ്ടല്ലോ അതല്ലേ നല്ലത് മേള് അതല്ലേ നല്ലത്. എന്റെ പൊന്നു പാക്കര, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറയാൻ നിക്കണ്ട, അതായിരിക്കും നല്ലത്. എന്തിനാ വെറുതെ ഇഷ്യൂലേക്ക് പോണേ? മേള് അതാ നല്ലത്. ഇപ്പൊ പറയണ്ട. എടാ പാക്കര, എന്ന് വിചാരിച്ച് ഈ മാളിത് വിടാൻ ഉദ്ദേശിക്കണില്ല ഈ മാളു. അതെനിക്കറിഞ്ഞൂടെ മേള് വിടില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. പക്ഷെ ഇപ്പൊ പറയാൻ നിൽക്കണ്ട മേളു, അതാണ് നല്ലത് അല്ലേ? എടാ പാക്കര, തൽക്കാലം ഈ മാള് കുറച്ച് ബുദ്ധി ഉപയോഗിക്കാൻ പോവാ. ബുദ്ധി ഉപയോഗിക്കാനാ? അതെങ്ങനെ മേളു? എന്ത് ബുദ്ധിയാ മേളു? എടാ പാക്കര, ബുദ്ധിയില്ലാത്ത നിന്നോട് അത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ മാള് പറയും, അല്ല സോറി ചെയ്യും. അത് കണ്ടാ മതി. അതത്രയ്ക്കുള്ള മേള് ചെയ്യും, ഞാൻ കാണും അല്ലേ മേള്? അങ്ങനെ തന്നെ. എടാ പാക്കര, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ശത്രുക്കൾ ഒതുക്കണം. അതിനുശേഷം മതി അബിയും ചേട്ടനും. നമുക്ക് അവരെടുക്കാം. എവിടെ പോവാനവര്? നമ്മുടെ ആദ്യത്തെ ശത്രുക്കളായ ഷിബുവിനും ലീലാമണിനും സുബ്രുവിനും നമുക്ക് ഒതുക്കാം നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ വെച്ച്. എന്നിട്ട് നമ്മുടെ ശത്രുക്കളായ അബിയുടെ ചേട്ടനും പുതയ്ക്കാം. പുതയോട് പുത. എന്തിന് ബുദ്ധിയാ? അത് മതി മേള്, അത് മതി. ലീലാമണി, ഈ മാളും അബിയും കൂടി അടിയായ കാര്യം അബിയുടെ ചേട്ടൻ ഇറങ്ങിയാ ഈ മാളൂനിട്ട് അബിയുടെ ചേട്ടൻ പുതയ്ക്കും. നല്ല രസായിരിക്കും. ലീലാമണിയാ മോനെ, നല്ല രസായിരിക്കും. ഈ അബിയുടെ ചേട്ടൻ ഇവറ്റങ്ങളിട്ട് ഇടിയോടിടി തുണിയോടിയടി. എല്ലാരും വിചാരിക്കും ഈ മാളും അബിയുടെ കാര്യം ടീച്ചറെടുത്ത് പോയി പറയുന്നു. പക്ഷെ പറയില്ല. ആദ്യം തന്നെ കുരുട്ട് 3 സാധനങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കണം. അതിനുശേഷം അബി, പിന്നെ അബിയുടെ ചേട്ടൻ കാണിച്ചു തരാം. അതെ അല്ല മേള് അതെ. പൊന്നു പാക്കര, സിപ്പപ്പോ ഐസ്ക്രീമോ മേടിച്ചാലുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നീ തീർന്നു. കാശുള്ള കാര്യം സംസാരിക്കാനുള്ള അവിടെ തീറ്റ അത് വേണ്ട. അയ്യോ അതൊന്നല്ല മേള്, ഞാൻ അങ്ങനെ പറയൂ മേള്, അങ്ങനെ പറയൂ. പിന്നെ എന്തിട്ടാ നീ കാര്യം പറ, എന്താ സംഭവം? അല്ല മേള് പറഞ്ഞില്ലേ ഷീമോനും ലീലാമണിനും അവരൊക്കെ പുറത്താക്കാനുള്ള ഫസ്റ്റത്തെ പ്ലാൻ. അതെന്ത് പ്ലാനാ മേളു? അതെന്ത് പ്ലാനാ? എന്റെ പൊന്നു പാക്കറ, നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോടാ. നീ മറന്നുപോയാ ആ ഷിബുവിന്റെ ബാഗിൽ നമ്മൾ പൈസ ഇട്ട കാര്യത്തിൽ മറന്നുപോയാ? നമ്മൾ കാലത്തെ ഇന്റർവെല്ലിന് ആ ഷിബുവിന്റെ ബാഗില് എന്റെ പപ്പ തന്ന പൈസ, അതായത് PTA ഫണ്ടിലേക്ക് എന്റെ പപ്പ തന്ന പൈസ ഞാൻ ഷിബുവിന്റെ ബാഗിൽ ഇട്ടില്ലേ. ആ കാര്യം മധുമാസനോട് പറയാ. എങ്ങനെ പറയണം? എന്റെ പൈസ കാണാനില്ല, ആരോ അടിച്ചു മാറ്റിയെന്ന്. അങ്ങനെ ഷിബുവിനെ പിടിപ്പിക്കണം. നമ്മുടെ പൈസ ഷിബു അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞിട്ട്. ആ കാര്യം നീ മറന്നുപോയാ എന്റെ പൊന്നു പൊട്ട? മേള് ഓർമ്മ. അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വേഷം ഈ മാളു ഇറക്കിപ്പിക്കും. മേളൊരു പാമ്പാട്ട് തന്നെ. ഞാൻ തന്നെ അവന്റെ ബാഗിൽ പൈസ ഇട്ട് ആ പൈസ അവരടിച്ചു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞ് അവരെ സ്കൂളിൽ നിന്നും ക്ലാസ്സിൽ നിന്നും പുറത്താക്കിക്കും. എങ്ങനെയുണ്ടടാ ഈ പാക്കര, ഈ മാളുവിന്റെ ബുദ്ധി? മേളൊരു ജിഞ്ചിനാക്കണ തന്നെ. അയ്യോ മേളിന്റെ കൂടെ കൂട്ടുവിടാൻ പറ്റിയത് എന്റെ ഭാഗ്യം. ഈ മാളൂരോട് മുട്ടി വരുന്നു. മനസ്സമാധാനത്തോടെ ഇരുന്നിട്ടില്ല. ആദ്യം ആ 3 പേര്, അതിനുശേഷം അബിയുടെ ചേട്ടനും. കാണിച്ചു തരാം ഈ മാളു ആരാന്ന്. എടാ പാക്കര, നമുക്ക് തൽക്കാലം ക്ലാസ്സിൽ കയറിയിരിക്കാം. നമുക്കൊന്ന് ഒതുങ്ങാം. മേള് പറയണ പോലെ ക്ലാസ്സിൽ കയറിയിരിക്കാം. പാക്കര, പുലി പതുങ്ങണത് ഒളിക്കാനല്ല, പൂർവാതിന്റെ ശക്തിയോടുകൂടി ചാടാനാണ് പുലി പതുങ്ങണത്. മനസ്സിലായോ? മേള് ആ കാര്യം എനിക്ക് വലിയ പേടിയില്ല മേളു. ഏത് കാര്യം പേടിയില്ലെന്ന്? അല്ലേ ഈ പുലിയുടെ കാര്യം എനിക്ക് വലിയ പേടിയില്ല മേളു. പുലിപ്പ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിട്ട് വേണമെങ്കിൽ പറയാം. എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്, പൂച്ചക്കുട്ടി.
കണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടുന്നു, അതുകൊണ്ട് തിരിച്ചു വന്നായിരിക്കും. പക്ഷേ മോനെ പാവങ്ങളുടെ മുഖം നോക്കിയടാ, ചമ്മിനാണ് കേട്ട മുഖം. മാളപ്പാക്കരന് ഇത്ര പെട്ടെന്ന് വന്ന പറഞ്ഞ അബിയുടെ കാര്യം പറഞ്ഞോ ടീച്ചറോട്? എന്താടി പാടോ പട്ടി ചന്തയ്ക്ക് പോയ പോലെ രണ്ടാളും ചമ്മി നാറി വന്നിട്ടുണ്ടല്ലോ. എന്തേ പറഞ്ഞ എനിക്ക് പൊളിഞ്ഞു കയറിട്ടോ. ഞങ്ങള് ചന്തയ്ക്കാണോ പറമ്പിക്കാണോ പോയേ നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. അല്ല പിന്നെ എന്തീ കാണേ തലയിരിക്കുമ്പോ വാല് സംസാരിക്കേ. എടാ പാക്കര നീ ഇങ്ങനെ വർത്താനൊക്കെ പറയോ? അയ്യോ സംഭവം അതിശയിക്കണോ. ഇല്ലമണി പൊളി പൊളി പൊളി. അതെന്താടാ തലയിരിക്കുമ്പോ വാല് വർത്താനം പറഞ്ഞ് കടിക്കാൻ പിടിച്ച് ഒന്ന് പോയടാ. അല്ല പിന്നെ ഞങ്ങൾ തീരുമാനിക്കും തല വർത്താനം പറയണോ വാല് വർത്താനം പറയണെന്ന്. അല്ല മേള് ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായി വലിയ വർത്താനത്തിൽ അബിയുടെ കാര്യം ടീച്ചറോട് പറയാൻ പോണെന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി പോകണ്ടല്ലോ. എന്തേ പറഞ്ഞില്ലേ? നിന്റെ കാന്താരി ഇന്നത്തോടുകൂടി ഞാൻ തീർക്കണ്ടോ? നീയൊക്കെ സ്കൂളിൽ നിന്ന് പുറത്ത് ഈ മാളോട് മുട്ടാനോട് കാര്യമുണ്ടോ നിനക്ക്? കിടന്ന് പെറുപെറുക്കാണ്ട് കാര്യം പറയേ. എന്തേ പറഞ്ഞില്ലേ അബിയുടെ കാര്യം ടീച്ചറോട്? ഈ പ്രാവശ്യം മാള് പോട്ടെ എന്ന് വിചാരിച്ചു, വേറൊന്നും കൊണ്ടല്ല. ടീച്ചറുടെ മോനല്ലേ, ജീവിച്ചു പോട്ടെ. നമ്മളായിട്ട് ഇതിന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണേ, അതുകൊണ്ട് ഞാൻ വിട്ടതാ. വിട്ടോ? അല്ല പിന്നെ മേള് വിട്ടതാ. വെറുതെ എന്തിനാ? അത് പാവല്ലേ, ജീവിച്ചു പൊക്കോട്ടെ, അതുകൊണ്ട് വിട്ടതാ മേളു. അല്ല പിന്നെ അല്ലാണ്ട് പേടിച്ചിട്ട് വിട്ടതല്ല. എന്റെ ക്ഷമേരം നെല്ലിപ്പതിനടർന്നൂടാ. ഇമ്മരക്കളി ഇതോടുകൂടി തീർന്നു. അമ്മാത്ത മാസൊന്നും വരണ വരെയുള്ളൂ ഇമ്മരക്കൊലിച്ചിരി. ഇതോടുകൂടി സ്കൂളിൽ നിന്ന് പുറത്താക്കന്റെ കാശ് കട്ടെടുത്ത കാര്യത്തിന്. മേളുത്തിന് പേടിക്കണേ? മേളിന് ആരും പേടിയില്ല. വെറുതെ എന്തിനാ അബീനെ പ്രശ്നമാക്കണെന്ന് ചോദിച്ചാ അബീന് പാവല്ലേ, അതുകൊണ്ട് വിട്ടതാ മേളു, വിട്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ പാക്കര. ഈ മാള് വീടാന്ന് വെച്ച് വിട്ടതാ. ആരെ പേടി? മാളൊരു ഒരാളും പേടിയില്ല. അങ്ങനെ മാളോട് മുട്ടാതെ ധൈര്യം ആർക്കില്ല. ഈ വൃത്തികെട്ടോട് വർത്താനം പറഞ്ഞിട്ട് കാര്യടാ. നീ പിഞ്ചി കയറിയിരിക്ക്, നമുക്ക് കൂട്ടുകവർക്കുള്ള പണി, ഒട്ടുക്കിട്ട പണി. അതെത്രയുള്ള മേള് പറഞ്ഞാ എനിക്കറിയാം, അറിയാം. തൽക്കാലം പിഞ്ചി കയറിയിരിക്ക്, അവന്മാരെ കൊലച്ചിരി നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ആദ്യം അവര് ചേട്ടനും പേടിച്ചിട്ടാണ്, ഈ മാള് പേടിച്ചിട്ടാണ്. നീ കേട്ടോ പാക്കര? അവർ പറഞ്ഞു കേട്ടില്ലേ? മേളു ഞാൻ കേട്ടു, അവര് പറഞ്ഞ ഞാൻ കേട്ടു. ഈ മാളൊരു പേടിയുണ്ടോ പാക്കര? ഈ മാളൊരു പേടിയുണ്ടോ? നീ പറ, പേടിയുണ്ടോ? അങ്ങനെ ചോദിച്ചു മേള്. അത് പിന്നെ പേടിയില്ല, മേളൊരു പേടിയില്ല, മേളിന് ആരും പേടിയില്ല. മേളൊരു ചെമ്പവ്. നീ തൽക്കാലം ബെഞ്ചി കയറിയിരിക്കും, നമുക്ക് നോക്കാം ഇതെപ്പം വരെ പോന്നു നോക്കാം. മോനെ രണ്ടും കൂടി ചമ്മി നാണം കെട്ടിയിരിക്കണവരെ പാവങ്ങള്. അല്ല പിന്നെ നമ്മളോടെ കളിക്കണേ. അബിയുടെ ചേട്ടന്റെ കാര്യം അവന്മാരെ അറിഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് വെറുതെ പറയാത്ത അല്ല കാര്യം. ചമ്മി നാണം കെട്ടും, അവറ്റങ്ങളെ തൊടി പോകുന്ന അറിയാം, അതാ കാര്യം. നീയൊക്കെ തീർന്നു. ഇന്നും കൂടി ഉള്ളു നീയൊക്കെ സ്കൂളില്. ഈ സ്കൂളിൽ ഇന്നും കൂടി ഉള്ളു നീയൊക്കെ. ഇന്നത്തോടുകൂടി നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിക്കൂടാ. നിങ്ങളെ മൂന്നെണ്ണത്തിനും മേളുടെ അലറല്ല സൂപ്പർ. മേളിന് സിംഗം 3 അഭിനയിച്ചൂടെ? സിംഗം 3 നിന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് വല്ല കാര്യം പറഞ്ഞോണ്ടിരിക്കും. തമാറ്റടിക്കരുത് കേട്ടാ. സിംഗം 3 4 5 എസ്കറിൽ വേണമെങ്കിൽ ഈ മാള അഭിനയിക്കാം. പ്രശ്നമില്ല. എടാ പാക്കന, ഇവന്മാരെ കളിയും ചിരിയും ഇന്നത്തോടുകൂടി തീരുടാ. അമ്മത് മാസൊന്ന് വന്നോട്ടെ, ഇവന്മാരെ കുന്തളിപ്പ് ഞാൻ മാറ്റി കൊടുക്കും. അതൊക്കെയുള്ള മേള് ഇന്നത്തോടുകൂടി സ്കൂളിൽ നിന്ന് പുറത്താക്കണം. അല്ല പിന്നെ അല്ല മേള്. മോനെ രണ്ടും കൂടി തമ്മിരിക്കണ ഇരിപ്പ് കണ്ടോ? കണ്ടു സംഭവം നൈസായിട്ട്. എന്താ യൂത്ത് ഫെസ്റ്റിവലിന്റെ എന്താ പരിപാടി എന്ന് പറയുന്നേ പിള്ളേര് അറിയില്ല. അയ്യോ ടീച്ചർ വന്നു. പിള്ളേരെ ടീച്ചർ കുറച്ച് നേരം വൈകിട്ടോ, സോറി കേട്ടോ. 2 ദിവസത്തെ യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ, അതിന്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഓഫീസ് റൂമിൽ, അതുകൊണ്ടോട്ട് നേരം വൈകി. അതൊന്നും കുഴപ്പമില്ല ടീച്ചറെ, ടീച്ചർ വന്നാ മതി. എപ്പോഴായാലും ടീച്ചർ വന്നാ മതി. പിള്ളേരെ ഇപ്പൊ എത്ര മണിയായി? ബെല്ലടിക്കാൻ എത്ര ടൈം ഉണ്ട് നോക്കിയേ. ടീച്ചറെ ഈ 10 മിനിറ്റ് കൂടി ഉണ്ട് ബെല്ലടിക്കാനായിട്ട്. 10 മിനിറ്റ് കൂടെ ഉള്ളൂല്ലേ?
അപ്പിന് ഈ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. തൽക്കാലം നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എടാ പാക്കര, നമ്മള് പഠിക്കാൻ വരുന്ന പിള്ളേരാ. എന്ത് പരിപാടി ടീച്ചർ കാണിക്കണേ? ടീച്ചർക്ക് വലിയ ഉത്തരവാദിത്തം. എന്താണ് എന്തായാലും ഉത്തരവാദിത്തേ അല്ലേ മേള്? മകളൊന്ന് ടീച്ചറാവണ്ടേ? അങ്ങനെ ചൂപ്പറായില്ല അല്ലേ മേള്? എന്റെ മകള് കുട്ടി മകളെന്ന് പറഞ്ഞേക്കാണ്ട് ടീച്ചർ പിരികേറ്റി വിട്. പിരികേറ്റ് എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. തുടങ്ങിക്കോ. മേള് പറയുന്ന പോലെ ടീച്ചർ ഈ ചെയ്യുന്നത് ശരിയാന്ന് ടീച്ചർക്ക് തോന്നണ്ട ടീച്ചറെ? ടീച്ചറിന് പലരെയാണല്ലേ ഫേവറിറ്റ്. അവർക്ക് വേണ്ടി പലതും ടീച്ചർ ചെയ്തു കൊടുക്കും മടിപ്പണിയായിട്ട്. അല്ലേ പിന്നെ അല്ലേ മക്കരാ? ടീച്ചർ ഇങ്ങനെ സ്വഭാവം ഞങ്ങൾ അറിഞ്ഞിട്ട് എന്തായാലേ നിങ്ങൾ എന്താ പിള്ളേരെ ഒരു അർത്ഥം വെച്ച് വർത്താനം പറയണത്? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? വ്യക്തമായില്ല. ഒന്ന് വ്യക്തമാക്കാമോ? അല്ല ടീച്ചറെ, ഞങ്ങൾ ഇവിടെ വരുന്നത് പഠിക്കാനാ. ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ടീച്ചർ നേരം വൈകി ക്ലാസ്സിൽ വരാ. അപ്പൊ ഞങ്ങൾക്ക് പഠിക്കണ്ടേ? ഞാൻ എന്റെ വീട്ടിൽ കഞ്ഞിയും കൂട്ടാനും വെക്കാൻ പോയതല്ല. മറ്റേന്നാണ് യൂത്ത് ഫെസ്റ്റിവല്. അതിന്റെ ഭാഗമായിട്ട് കുറെ പരിപാടികളും ഫംഗ്ഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. അതിന് പ്രിൻസിപ്പൾ വിളിച്ചപ്പോ വർക്ക് ചെയ്യാനായിട്ട് പോയതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിലും കൂടുതൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസിൽ കായോ ഞാൻ തീർത്തുതരാം. എല്ലാം തീർത്തുതരാം കേട്ടോ. ഓഫീസിലേക്ക് വന്നാൽ മതി. അയ്യോ ടീച്ചർ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ല. പഠിക്കാനുള്ള ഒരു തൊഴിലെ പുറത്ത് പറഞ്ഞു പോയതാ. കുറച്ച് നേരം വൈകിപ്പോ അതുകൊണ്ട് ടീച്ചറൊന്നും തോന്നില്ലേ? എടാ പാക്കര, മോശമായിട്ടോ ഇമ്മാതിരി വർത്താനൊക്കെ ടീച്ചർമാരോട് പറയാൻ പാടുള്ളൂ. എന്താണ് നീ ഇങ്ങനെ? ടീച്ചർ വർക്ക് ചെയ്യാറുന്നില്ലേ? എന്താടി നീ പറഞ്ഞില്ല ചോദിച്ചേ? മേള് വരണ പോലെ കൂടുതൽ ഡൗട്ടും കാര്യങ്ങളും ഓഫീസറിലേക്ക് വന്നാൽ മതി. എല്ലാ ഡൗട്ടും ഞാൻ തീർത്തരാം. മര്യാദകളൊക്കെ തന്നെ കയറുന്ന പിള്ളേര് എന്താ നോക്ക്. ടീച്ചറെ, ഇനിയൊരു 10 മിനിറ്റ് കൂടെ ഉണ്ട് ബെല്ലടിക്കാനായിട്ട്. 10 മിനിറ്റ് കൂടെ ഉള്ളൂല്ലേ? അപ്പിന് ഈ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. തൽക്കാലം നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മോനെ, ഇവൾക്കൊക്കെ പണി കൊടുക്കണ. ഇവൾക്ക് എന്തിന്റെ കട ടീച്ചറെ മറ്റുന്ന കട അറിയാനായിട്ട്? ഓ, ഇവൾക്ക് എനിക്ക് തോന്നുന്ന ബ്യൂറോളെ ചോദിച്ചിട്ട് ടീച്ചറെ തീർക്കുന്നതായിരിക്കും. അതന്നെ അവനെ വഴിയുള്ളൂ. ഇവളുടെ അച്ഛൻ വലിയ മറ്റേതാന്നുള്ള അഹങ്കാരത്തിന്റെ പുറത്ത് അയ്യോളി ഇമ്മാതിരി കാട്ടി കൊടുക്കണേ. അറിയില്ല മണിയാ. പക്ഷേ മോനെ, മറ്റേതാ എന്ത് മറ്റേതാടാ? ഓ, ഇവനൊക്കെ എടാ പോലീസാന്നുള്ള അഹങ്കാരത്തിന്റെ പുറത്താ ഇവളുടെ അച്ഛൻ പോലീസല്ലേ? അതിന്റെ കുന്തളിപ്പ ഇവള് കാട്ടണത്. എന്തായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ ബെല്ലടിക്കും. അതുകൊണ്ട് ക്ലാസ് എടുത്താൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് വല്ല പാട്ടോ ഡാൻസോ അങ്ങനെ വല്ല എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. ആരൊന്നും ചേച്ചാ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറ. രാമണിയെ കഴിവോർത്തെടുക്കാനുള്ള സമയം അല്ലടിയേ. അതെ, നമുക്ക് കഴിവൊന്നുമില്ലല്ലോ മോനെ. നിങ്ങൾക്ക് കഴിവുണ്ടാവില്ല, പക്ഷെ എനിക്ക് കഴിവുണ്ട്. പാട്ട് പാടാനുള്ള കഴിവ്. ഞാൻ ആ കഴിവ് പുറത്തെടുക്കട്ടെ. നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ എടുക്കാം. പട്ടണ പണിക്ക് പോയ പോലെ എന്തിനാണ് വെറുതെ നാണം കടാനായിട്ട്? ഇല്ല രമണിയെ, എനിക്ക് ജമ്മന കഴിവുണ്ട് പാട്ട് പാടാനുള്ളത്. സത്യമായിട്ട്. എന്താണ് ടീച്ചറെ? പാട്ട് മതി, പാട്ട് അതാണ് കുറച്ചുകൂടി നല്ലത്. പാട്ടണോ? എന്ന് ഞാൻ പാടാൻ പാട്ടി. എനിക്ക് കഴിവുണ്ട്. ഞാൻ കഴിവുള്ളവനാ. ഞാൻ പാട്ട് പാടും. എനിക്ക് ജന്മന കഴിവുണ്ട്. എന്റെ ജീവനുള്ള പാട്ട് പാടാനുള്ള കഴിവ്. അച്ഛനപ്പൂപ്പന്മാരായിട്ടുള്ള കഴിവ് എനിക്ക്. ഞാൻ എന്തായാലും ചെല്ലടിക്കും. എനിക്ക് അച്ഛനായിട്ടാ പാട്ട് പാടുന്നേ. ഇപ്പൊ ടീച്ചറേ, ഞാൻ പാട്ട് പാടും. ഈ ക്ലാസ് എന്തോ കഴിവുള്ളവരാ. ഓ, കുട്ടിക്കാരാ കഴിയുന്ന മതി. രാഹുലെ, നിനക്ക് പാട്ടോടുള്ള കഴിവുണ്ടായിന്? പിന്നിലാണ് കഴിവുണ്ടോല? എനിക്ക് കഴിവേ ഉള്ളൂ. ഫുള്ള് കഴിവെനിക്ക്. പാട്ട് പാടും, ഡാൻസ് പാടും, അവിടെ ഡാൻസ് കളിക്കും. അങ്ങനെ കുറെ മൾട്ടിപ്പിൾ ടാലന്റഡ് ഞാൻ. കഴിവുള്ള ഞാൻ ആദ്യം പാട്ടടാ, എന്നിട്ട് നീ പാടിക്കോ. അത് വേണ്ട സുപ്രു. എനിക്ക് മിന്നൂസിന് മുമ്പിൽ ചൈനടിക്കാനുള്ള. ഞാൻ തകർക്കും. മിന്നൂസിന് മുമ്പിൽ ചൈനടിക്കും. ലാസ്റ്റ് മിന്നൂസിനെ കൊണ്ട് ഞാൻ ഇഷ്ടം പറയിപ്പിക്കും. നീ കണ്ടോ അവിടത്തുള്ളി പോയിട്ട് ട്രാക്കിലേക്ക് വരാണ്ടിരുന്നാ മതി. ചെല്ലി ഞാൻ ടീച്ചറെ തുടങ്ങിട്ടേ
തുടങ്ങി ടീച്ചറെ. തുടങ്ങിക്കോ. അതിനു മുമ്പായിട്ട് എനിക്ക് ടീച്ചറുടെ എന്റെ പൊന്നു മോനെ ശമ്പളവും കാശൊന്നും ചോദിക്കില്ലട്ടോ. എന്റെ മൂത്ത പുത്രൻകാരന്റെ പിള്ളേർക്ക് ട്രൗസർ മേടിക്കുന്നില്ല, കാശില്ല. പൈസ ഒന്നും ചോദിക്കാൻ നിൽക്കില്ല എന്റെ പൊന്നു രാവിലെ. ടീച്ചറെ അതൊന്നല്ല, എനിക്ക് അനുഗ്രഹം വേണം ടീച്ചറെ, അനുഗ്രഹം. അനുഗ്രഹിച്ചാലും ടീച്ചറെ, അനുഗ്രഹിച്ചാലും. എന്റെ പൊന്നു പാക്കരാ, ഇതെന്തോന്നടാ ഈ അപരാധത്തെ കാണാണ്ട് നമ്മുടെ ഒരു അവസ്ഥ. ഇവനെപ്പോഴുള്ളവരാണ് ക്ലാസിന്റെ മാനം കെടുത്തണേ അല്ലേ മേളു? അല്ലേ ആ മേളു, ക്ലാസിന്റെ മാനം കെടുത്തിവരൊക്കെ. ഇന്ന് ഞാൻ കലക്കി കലക്കും. നല്ലവരായ എന്റെ കൂട്ടുകാരെ, എനിക്ക് സപ്പോർട്ട് തന്ന എന്റെ ടീച്ചറെ, അവരെല്ലാം ശേഷി വ്യക്തി. ഇന്ന് ഞാൻ പാടുന്നത് ഒരു പ്രത്യേക തരം ഗാനമാണ്. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ രാവിലെ പാട്ട് പാടാൻ പോകുന്നത് ഒരു ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു ഗാനമാണ്. സുഹൃത്തുക്കളെ, സപ്പോർട്ട് ചെയ്താലും ആശീർവദിച്ചാലും. രാവിലെ മോനെ ആകെ 10 മിനിറ്റുള്ള സമയം, നീ പെട്ടെന്ന് പാടി കഴിഞ്ഞാൽ പരിപാടി വെച്ച് പോകാത്ത ടീച്ചർക്ക്. സോറി ടീച്ചറെ, കലാകാരന്മാർ പ്രൊഫഷണൽ ആയിട്ടേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ, അതുകൊണ്ട് ക്ഷമിച്ചാലും. അപ്പൊ നമുക്ക് തുടങ്ങാം. മോനെ, ഇവന്റെ വിചാരം ഇവൻ വലിയ യേശുദാസാണ്. അവന്റെ മുഖത്തേക്ക് നോക്കിയേ, യേശുദാസിന്റെ ഒരു ഭാവമാണ് അവന്. നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയാ അവന്റെ മുഖത്ത് യേശുദാസം എന്നുള്ള ഭാവം കാണാം. ശരിയാട്ടാ. നീ ജനിച്ചാൽ അന്നു ഞങ്ങൾക്ക് ക്രിസ്തുമസ്, നീ മരിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച. 30 വെള്ളിക്കാശ് നീ ഈ സ്വരം ഒറ്റ കൊടുത്തില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം തന്നോളും. യേശു വെറും പാവമാ, ഇത് മാത്രം വേദന എന്റെ യേശു സഹിച്ചു.